ഹേ ഗായ്സ്, എല്ലാവർക്കും സുഖല്ലേ? നമ്മൾ ലക്ഷദ്വീപിലോട്ടേക്ക് പോകുന്നതിൻ്റെ പാർട്ട് 1 വീഡിയോ അപ്ലോഡ് ആക്കിയിട്ടുണ്ടായിന്. അതിൻ്റെ പാർട്ട് 2 ആട്ടായത്. കുറച്ച് സമയം റെസ്റ്റ് എടുക്കുമ്പോഴത്തേക്കും നമ്മൾ ഉച്ചക്കത്തെ ഫുഡ് അവർ കൊണ്ടു തന്നിട്ടുണ്ടായിന്. നല്ല ചെറുപയർ കറിയും പൊരിച്ച മീനും പപ്പടും അതുപോലെ അച്ചാറും. നമ്മൾ സാധാരണ നോർമൽ വീട്ടിലെല്ലാം ഉണ്ടാക്കുന്ന പോലത്തെ ഫുഡ് തന്നെയാട്ടാ. നല്ല ടേസ്റ്റിയാണ്. ഫുഡ് കഴിച്ചാൽ പിന്നെ ഒരു മധുരം കഴിക്കണ്ടേ, അങ്ങനെ അതെല്ലാം കഴിച്ച് നമ്മൾ റൂമിൽ ഇങ്ങനെ വെറുതെ ഇരുന്ന സമയത്ത് അവർ കോൾ ചെയ്തിട്ടുണ്ടായിന്. നമ്മളിപ്പോൾ 4 മണിയാകുമ്പോൾ പിക്ക് ചെയ്യാൻ വരുമെന്ന് പറഞ്ഞിട്ട്. ഓൾറെഡി പിന്നെ നമ്മൾ ഷിപ്പിൽ നിന്ന് ഡ്രസ്സെല്ലാം മാറ്റിയിട്ട് വന്നതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. അവർ വന്നതിനാൽ നേരെ കാറിൽ കയറുക പോവാന്ന് മാത്രമേ ഉള്ളൂ. പറഞ്ഞ സമയത്ത് തന്നെ നമ്മൾ റെഡിയായി. പക്ഷെ കാത്ത് അവർ വന്നത് 5 മണിക്കാണ്. ഫസ്റ്റ് നമ്മൾ ഇവിടേക്കാട്ടാ പോയത്. കാണാൻ നല്ല അടിപൊളി വ്യൂ ആണ്. അവിടെ നിന്നതിനാൽ നമ്മൾ ഫോണിൽ കാണുന്നത് പോലെയൊന്നല്ല, നേരിട്ട് ഭയങ്കര അടിപൊളിയാട്ടാ. ആ ഒരു വ്യൂ കണ്ട് കുറേ സമയം അവിടെ തന്നെ നിന്നുപോയി. പിന്നെ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്ത് പിന്നെ നമ്മൾ അടുത്ത സ്ഥലം കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. പോകുന്ന വഴിയിലെല്ലാം കുറച്ച് കാഴ്ചകൾ കാണാനുണ്ട്. കടകളായാലും പള്ളികളായാലും വീടുകളായാലും ഒക്കെ ഭയങ്കര ചെറുതാണ്. അങ്ങനെ വലിയ വീടുകൾ ഉണ്ടാകുന്നത് ഭയങ്കര കുറവാണ്. കാരണം വേറൊന്നല്ല കേട്ടോ, അവിടെ സ്ഥലത്തിന് ഭയങ്കര റേറ്റ് ആണ്. ഒരു കുഞ്ഞു വീടെടുക്കണമെങ്കിൽ നമ്മളെ നാട്ടിൽ മേലും താഴെയുള്ള ഒരു നോർമൽ നല്ലൊരു വീടെടുക്കുന്ന തുക തന്നെ അവർക്ക് ഒരു കുഞ്ഞു വീടെടുക്കാൻ വേണ്ടിയിട്ടാവും കേട്ടോ. അതുപോലെ തന്നെ അവിടെയുള്ള കടകളും കുറച്ച് കടകൾ മാത്രമേ ഉള്ളൂ. ആ കടയിലെല്ലാം കുറച്ച് സാധനങ്ങൾ മാത്രമേ ഉണ്ടാവൂ. കാരണം വാങ്ങാൻ അത്രേ ആൾക്കാരുള്ളൂ, അതുകൊണ്ട് അവർക്ക് അത്രയും സാധനങ്ങൾ വേണ്ടു. അങ്ങനെ കുറെ കാഴ്ചകളും കണ്ട് നമ്മൾ അടുത്ത സ്ഥലത്തെത്തി. പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല, ഇതൊക്കെ തന്നെ കാണാനുള്ളത്. പിന്നെ അവിടെ നിന്ന് നല്ല ലവ് ഷേപ്പിലുള്ള കല്ല് കണ്ടപ്പോൾ വെറുതെ അങ്ങ് ഫോട്ടോ എടുത്തതാട്ടോ. പിന്നെ നമ്മളിതിന് അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. എല്ലാ സ്ഥലങ്ങളും ഏകദേശം അടുത്തടുത്താണ്. അങ്ങനെ നമ്മൾ അടുത്ത സ്ഥലത്തെത്തി. ഇതാട്ടോ ടൂറിസ്റ്റ് ഹട്ട്. ഇവിടെ ടൂറിസ്റ്റ് മുമ്പ് വന്ന് നിൽക്കുന്ന ഒരു സ്ഥലമായിരുന്നു. ഇപ്പം ക്ലോസ് ആണ്, ഇപ്പം എല്ലാം പൂട്ടിയിട്ടിട്ടാ കാണുന്നിട്ടാ. ഈ ഒരു വലിയ സ്ഥലം കണ്ട ഇവിടെ ആട്ടാ ഹെലികോപ്റ്റർ വരാ. ഇതാണ് എൻഡ്, ലാസ്റ്റ് ഈ കടമത്തെ ദ്വീപിന്റെ എൻഡ് ആണ്. അപ്പൊ ഇവിടെയാണ് ഹെലികോപ്റ്ററും കാര്യങ്ങളൊക്കെ വരിക. കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് സൺസെറ്റ് കാണാൻ പറ്റും. അപ്പൊ അത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. അവിടുന്ന് കുറച്ചും വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് കുറച്ച് സമയം അവിടെ അങ്ങനെ ഇരിക്കാന്ന് വിചാരിച്ചു. നമ്മളെ നാട്ടിൽ കാണാൻ പറ്റാത്ത കടലിൽ ഒരുപാട് ജീവികൾ ഇവിടുന്ന് കണ്ടിട്ടാ. അതുകൊണ്ട് ഇങ്ങനെ കയ്യിലെല്ലാം വെറുതെ എടുത്തു നോക്കിയതാണ്. ഇതെല്ലാം നമ്മൾ ഫോണിലൊക്കെ അല്ലേ കണ്ടിട്ടുള്ളൂ, വീഡിയോസിലും കാര്യങ്ങളിലെല്ലാം. അപ്പൊ ഇതൊക്കെ നേരിട്ട് കാണുമ്പോൾ അത് വേറെ തന്നെ ഒരു രസമാണ് കേട്ടോ. അങ്ങനെ കുറേ സമയം നമ്മൾ അവിടെ തന്നെ നിന്ന് പിന്നെ ഇരുട്ടാവാൻ തുടങ്ങിയത് കണ്ടപ്പോൾ നമ്മൾ റൂമിലേക്ക് പോയി. അങ്ങനെ റൂമിന്റെ അടുത്ത് എത്തിയപ്പോൾ ആണ് ഒരു ചെറിയ ചായക്കട കണ്ടത്. പിന്നെ അവിടുന്ന് ചായലും കുടിച്ചിട്ട് നേരെ റൂമിലേക്ക് പോവാന്ന് വിചാരിച്ച്. അങ്ങനെ അവിടെ കുറെ കടികൾ ഐറ്റംസ് ഒന്നും ഉണ്ടായിട്ടില്ല, കാരണം ടൈം കഴിഞ്ഞിട്ടുണ്ടായിനി. ഞാൻ പറഞ്ഞിട്ടില്ല, ടൈം കഴിഞ്ഞാൽ പിന്നെ ഒന്നും കിട്ടൂല. നമ്മൾ 2 ചായയും ഒരു ഓംപ്ലേറ്റ് ആട്ട കഴിച്ചത്. പിന്നെ പോകുന്ന പോലെ ഒരു കട ഉണ്ടപ്പം വെറുതെ റൂമിൽ ഇരിക്കുമ്പോൾ തിന്നാൻ വേണ്ടിയിട്ട് കുറച്ച് ഐറ്റംസ് എല്ലാം വാങ്ങിച്ച് റൂമിലെത്തി. കുറച്ചിനുമ്പോൾ തന്നെ നമ്മൾ രാത്രിത്തെ ഫുഡ് അവർ കൊണ്ടു തന്നിട്ടുണ്ടായിന്. ഫുഡും കാര്യങ്ങളെല്ലാം ടൈമിന് കൊണ്ടുവരും. നമ്മളെപ്പോലെ ലേറ്റ് ആയിട്ടൊന്നും കഴിക്കൂല. ഒരു 7 മണി 8 മണിയാകുമ്പോൾ തന്നെ രാത്രിത്തെ ഫുഡെല്ലാം കൊണ്ടുവരും. ഫുഡ് നല്ല ദോശയും പച്ചക്കറിയും മീൻ പൊരിച്ചതായിട്ടുണ്ടായത്. മീൻ ഇവിടുത്തെ ഒരു മെയിൻ ഐറ്റമാണ്. എല്ലാത്തിനും മീൻ ഉണ്ടാവും. അതുപോലെ മീനിന് ഭയങ്കര പൈസ കുറവാണ്. നമ്മളെ നാട്ടിലെ പോലെ വലിയ പൈസയൊന്നും ഇല്ല, ചെറിയ പൈസയുള്ളൂ. ഫുഡെല്ലാം അങ്ങനെ കഴിച്ച് എനിക്ക് കുറച്ച് എഡിറ്റിംഗ് പരിപാടി ഉണ്ട്. ഇന്നടുത്ത വീഡിയോസും ഫോട്ടോസൊക്കെ ഒന്ന് ക്ലിയർ ആക്കി എഡിറ്റ് ചെയ്യണം. വീഡിയോ എടുക്കുന്നതിനേക്കാൾ പണിയാട്ടാ എഡിറ്റ് ചെയ്യുന്നതിനേക്കാൾ പണിയാണ് അതിനൊരു സോങ് കണ്ടുപിടിക്കാൻ. അപ്പൊ ഞാൻ ഈ വീഡിയോ ഇപ്പൊ ഇവിടെ വെയിൻഡപ്പാണ്, കൂടുതലായിട്ട് ലോങ് ആക്കുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പൊ ഇൻഷാ അല്ലാഹ് അടുത്ത പാർട്ടായിട്ട് കാണാം. അപ്പോൾ ഓക്കെ, ബൈ.